ശരിക്കും വെളുക്കുമോ? ശരിക്കും വെളുക്കും. അപ്പോൾ പലപ്പോഴും ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ഇവരെ ഫിസിഷ്യൻസിന് റെഫർ ചെയ്യും. ഒരു ഡോക്ടർക്കും ഒരു മരുന്നിനും ഒരാൾക്ക് ഹെൽത്ത് കൊടുക്കാൻ പറ്റില്ല. Hi all, I am Gayatri G. Menon from Rafa Med Systems Private Limited. Today we have Dr. Joy from Me Square. Hello doctor. Hi. ഇപ്പോൾ കൊച്ചിയിലെ ഹെൽത്ത് ആൻഡ് വെൽനെസ് ഡൊമൈനിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയി കേൾക്കുന്ന ഒരു പേരാണ് മീ സ്ക്വയർ എന്നത്. സോ ഡോക്ടർ, കുഡ് യു പ്ലീസ് ടെൽ മീ മോർ അബൌട്ട് മീ സ്ക്വയർ? ദ സ്റ്റോറി ഓഫ് മീ സ്ക്വയർ ഒരു കോവിഡിന് ശേഷമാണ് ആരംഭിക്കുന്നത്. സോ ഐ എം എ ഡെന്റിസ്റ്റ് ഫോർ ദ പാസ്റ്റ് 25+ years. അപ്പോൾ ഈ ഡെന്റിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്, എവറി ടൈം പീപ്പിൾ കം വിത്ത് ക്യാവിറ്റീസ്, നമ്മളതെല്ലാം അടച്ചു കൊടുക്കും, കുറച്ച് കഴിയുമ്പോൾ പിന്നെ തിരിച്ചു വരും. അപ്പോൾ ഐ സംഹൗ ഫെൽറ്റ് ദ ഡെന്റൽ പ്രോബ്ലംസ് ശരിക്കും ഡെന്റൽ പ്രോബ്ലംസ് അല്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു. ദെൻ ഡൈവിങ് ഡീപ്പ് ഇൻ ടു ദ സബ്ജക്ട് ഐ റിയലൈസ്ഡ് ദറ്റ് ഡെന്റൽ പ്രോബ്ലംസ് നമ്മുടെ ശരീരത്തിൽ വരുന്ന അസുഖങ്ങളുടെ ഫസ്റ്റ് എക്സ്പ്രഷൻസ് ആയിരിക്കും. അതായത് വെൻ യു ആർ ഹെൽത്തി യു ഡോണ്ട് ഹാവ് എ പ്രോബ്ലം, ബട്ട് ദ മോമെൻറ്റ് യുവർ ഹെൽത്ത് ഗോസ് ഡൗൺ ദ ഫസ്റ്റ് സിംറ്റം വിൽ ബി സീൻ ഓർ ദ ഫസ്റ്റ് സൈൻ വിൽ ബി സീൻ ഇൻ യുവർ മൗത്ത്. അപ്പോൾ ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലായിരിക്കാം, അതല്ലെങ്കിൽ ടേസ്റ്റിൻ്റെ ഒരു ഡിഫറൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ പല്ലിന് വരുന്ന ഓട്ടയായിരിക്കാം, ഇല്ലെങ്കിൽ ഉമ്മനീരിൽ വരുന്ന ചില കൺസിസ്റ്റൻസി ചേഞ്ചസ് ഒക്കെ ആയിരിക്കാം. സോ ദീസ് ആർ ഫസ്റ്റ് സൈൻസ് ഓഫ് ഡിറ്റോറിയേറ്റിംഗ് ഹെൽത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്, ഡെന്റിസ്ട്രി കൊണ്ട് മാത്രമല്ല, ഐ ഹാവ് എ ബിഗർ ഒബ്ലിഗേഷൻ ടു ദ സൊസൈറ്റി. അപ്പോൾ ഞാൻ ഈ പേഷ്യൻസ് വരുമ്പോൾ അവരുടെ അടുത്ത് പറയും, നിങ്ങളുടെ ഹെൽത്ത് ഡിറ്റോറിയേറ്റ് ചെയ്യാതെ നോക്കണം എന്ന് പറയും. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിക്കും, ഹെൽത്ത് ഡിറ്റോറിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പലപ്പോഴും ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ഇവരെ ഫിസിഷ്യൻസിന് റെഫർ ചെയ്യും. അപ്പോൾ അവർ പോയി ചെക്ക് ചെയ്തിട്ട് പറയും, ഡോക്ടർ എല്ലാം നോർമലാണ്. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. ദെൻ ഐ വാസ് അറ്റ് എ പോയിന്റ് വേർ ഐ വാണ്ടഡ് ടു ഹെൽപ്പ് ദം. അപ്പോൾ ഞാനൊരു പ്രിവെൻറ്റീവ് ഹെൽത്ത്, അതായത് അസുഖം, നമ്മുടെ ഇപ്പോഴത്തെ മെഡിക്കൽ സിസ്റ്റം ഒരു അസുഖം ഉണ്ടെങ്കിലാണ് നമ്മൾ അസുഖക്കാരനായിട്ട് കണക്കാക്കത്തുള്ളൂ. അസുഖത്തിലേക്ക് പോകുന്ന ഒരാളെ ഒരിക്കലും നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഐ വാസ് തിങ്കിങ് അബൌട്ട് പ്രിവെൻറ്റീവ് ഹെൽത്ത് സ്ട്രാറ്റജീസ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വി കെയിം അക്രോസ് ടെസ്റ്റ് ലൈക്ക് ജെനറ്റിക് ടെസ്റ്റ്, ഗട്ട് മൈക്രോബിയൽ ഫ്ലോറ. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് വി സ്റ്റാർട്ടഡ് ഡൂയിങ് ജെനറ്റിക് ടെസ്റ്റ്. അപ്പോൾ കുറേ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ടായി. അതായത് ഇപ്പോൾ ഗായത്രി എൻ്റെ അടുത്ത് വരികയാണെന്ന് വിചാരിക്കുക. ഞാൻ ഗായത്രിയോട് പറയുന്നു, ഗായത്രിക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ അസുഖങ്ങളും എനിക്ക് നേരത്തെ കണ്ടുപിടിച്ച് പറയാൻ പറ്റുമെന്ന് പറയുകയാണ്. അപ്പോൾ ഗായത്രി ഇൻട്രസ്റ്റോട് കൂടി പറയുന്നു, ശരി എനിക്ക് ചെയ്താൽ കൊള്ളാം. അപ്പം ഞാൻ ഗായത്രിയുടെ ഒരു തുള്ളി ഉമിനീരെടുത്തിട്ട് ഐ വിൽ സെൻഡ് ഇറ്റ് ഫോർ ജെനറ്റിക് ടെസ്റ്റിംഗ്. ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എൻ്റെ കയ്യിൽ റിസൾട്ട് ഉണ്ട്. 2 weeks കഴിയുമ്പോൾ റിസൾട്ട് എനിക്ക് കിട്ടുന്നു. ഗായത്രി എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നു, ഗായത്രി, യു വിൽ ബി ഹാവിങ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ഗായത്രിക്ക് എന്ത് തോന്നുന്നു? ഡെഫിനറ്റ്ലി യു വിൽ പാനിക്. പക്ഷേ അത് ഇന്ന് വരാൻ പോകുന്നതല്ല. ഇൻ ലേറ്റർ ഇയേഴ്സ് ദർ ഇസ് എ ജീൻ വിച്ച് ഇസ് സജസ്റ്റ്, ആ ജീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ BRCA1, BRCA2 ഈ ജീനുകളൊക്കെ പോസിറ്റീവായിട്ട് ഗായത്രിയിൽ വരികയാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ദറ്റ് യു വിൽ ലൈക്ലി ടു ഡെവലപ്പ് ക്യാൻസർ. അപ്പം ഈ സാധാരണ ഞങ്ങളിവിടെ കണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇത് എടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. സോ നൗ യു ആർ ഹെൽത്തി and now you are being judged or diagnosed to have cancer at a later date. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. ചിലർ കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ലൈനിലേക്ക് പോകും, ചിലരുടെ സ്വഭാവം ഉൾപ്പെടെ എല്ലാം മാറും. അപ്പോൾ അത് കുറേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊരു ശരിയായ തീരുമാനമല്ല. സോ അഗെയിൻ we started working on how we can impart health or talk about or make people aware of their health. അങ്ങനെ ഞങ്ങളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി, വിച്ച് ഇസ്, ഇപ്പോൾ വിധിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഹെൽത്തും ഹാപ്പിനെസ്സും കുറച്ച് കാലം കൂടെ മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാം. സോ വി ഡിവൈസ്ഡ് എ 5-point strategy. We say eat, move, relax, sleep and take care. ഒരു ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക, വ്യായാമം, റിലാക്സേഷൻ, സ്ലീപ്പ്, പേഴ്സണൽ കെയർ. ഒരു ഡോക്ടർക്കും ഒരു മരുന്നിനും ഒരാൾക്ക് ഹെൽത്ത് കൊടുക്കാൻ പറ്റില്ല. ഗായത്രിയുടെ ഹെൽത്ത് ഗായത്രിയുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഗായത്രിക്ക് എന്ന് തോന്നുന്നോ അന്ന് യു വിൽ ടേക്ക് ദി ഓണർഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ഹെൽത്ത്. ഇപ്പം ഈ ഒരു സന്ദേശം ആൾക്കാരിലേക്ക് എത്തിക്കുക. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയണത് എന്താണ്?
ഒന്നെങ്കിൽ നമ്മൾ ബേക്കറിയിൽ പോയിട്ട് കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇറച്ചി കൂടുതൽ തിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ പന്നി ഇറച്ചി കൂടുതൽ കഴിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഓരോ ന്യായങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. ബട്ട് ഇൻ റിയാലിറ്റി ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു അസുഖം ഇല്ലാതിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? സോ ദ ട്രൂത്ത് ഈസ് ബിയോണ്ട് ദാറ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ ഇൻ മീ സ്ക്വയർ ദർ ഈസ് നത്തിങ് ടു സെൽ. ഇവിടെ വിൽക്കാനായിട്ടൊന്നുമില്ല. ബട്ട് വി എഡ്യൂക്കേറ്റ് പീപ്പിൾ who are interested in their health to focus on these 5 areas: eat, move, relax, sleep and personal care. ഇതാണ് ഇതിൻ്റെ ഈ ഒരു ആശയത്തിലാണ് മീ സ്ക്വയർ സ്റ്റാർട്ട് ചെയ്തത്. മീ സ്ക്വയറിൻ്റെ പേര് തന്നെ ഇറ്റ്സ് എ പ്ലേസ് ഫോർ മീ, എനിക്കുള്ള ഒരു സ്ഥലം, വേർ ഐ ക്യാൻ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ലിവിങ് എ ഹെൽത്തി ഹാപ്പി ലൈഫ്. അങ്ങനെയാണ് ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് ഡൊമൈനിൽ ഞങ്ങൾ കേരളത്തിലോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഒന്നും എത്തിയിട്ടില്ല. ബട്ട് വി വുഡ് ലൈക്ക് ടു ടെൽ ദ പീപ്പിൾ ദാറ്റ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഈസ് ദ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എവറി ഇൻഡിവിജ്വൽ ആൻഡ് ഓൺലി യു ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് ആൻഡ് ഓൺലി യു ക്യാൻ മേക്ക് ഇറ്റ് ഹാപ്പൻ. ഇതാണ് മീ സ്ക്വയറിൻ്റെ പ്രിൻസിപ്പിൾ. ഇത് വെച്ചാണ് നമ്മൾ മീ സ്ക്വയർ സ്റ്റാർട്ട് ചെയ്തത്. സോ ഡോക്ടർ, നമ്മൾ പറയും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്. പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന്റെ പ്രാധാന്യം കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വൈ ഡിഡ് യു ചൂസ് റാഫാസ് ഹൈഡ്രജൻ തെറാപ്പി ആസ് എ വെൽനസ് സൊല്യൂഷൻ? ഞങ്ങൾ ഈ മീ സ്ക്വയർ ഡെവലപ്പ് ചെയ്ത സമയത്ത് നമുക്ക് പല ഞാൻ പറഞ്ഞില്ലേ, ഈറ്റ്, മൂവ്, റിലാക്സ്, സ്ലീപ്പ്. സോ വി ട്രൈഡ് സോ മെനി തിങ്സ്. ഫസ്റ്റ് വാസ് എൻ എക്സ്പെരിമെൻറ്റ് ഓൺ ഈറ്റിംഗ്. അപ്പോൾ ഓർഗാനിക് ഫുഡ്, ഇല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് കുറഞ്ഞുള്ളത്, പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഫുഡുകൾ. ഇതിനകത്തൊക്കെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ദ ഹാബിറ്റ്സ് ഓഫ് പീപ്പിൾ. ഇപ്പോൾ ഒരു ദിവസം മില്ലറ്റ് കഴിച്ചു, രണ്ടാം ദിവസം കഴിച്ചു, ഒരാഴ്ച കഴിയുമ്പം ഇഡ്ഡലിയും ദോശയും കണ്ടു കഴിഞ്ഞാൽ പുള്ളി അതെല്ലാം മാറ്റി വെച്ചിട്ട് അത് കഴിക്കും. അത് തന്നെയല്ല, അതൊരു വളരെ ഡെലിക്കേറ്റഡ് ഏരിയയാണ്. ടു മൈൻഡ് ഫുഡ് ഈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെ പല സംഭവങ്ങളും ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ ടു അച്ചീവ് ഹെൽത്ത് ഈസ് ഹൈഡ്രജൻ തെറാപ്പി. അപ്പോൾ അതിലേക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളിങ്ങനെ ഇതെല്ലാം പല കാര്യങ്ങൾ ചെയ്ത് കൂട്ടി വന്ന സമയത്താണ് ഞാൻ പായസനെ പരിചയപ്പെടുന്നത്. പായസം കുറച്ച് കൂട്ടുകാരും കൂടെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാണ്, ഇങ്ങനെ ഒരു ഹൈഡ്രജൻ തെറാപ്പി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഹൈഡ്രജൻ തെറാപ്പിയെ പറ്റി ആ സമയത്ത് കേൾക്കുന്നത്. അപ്പോൾ ഇവരിത് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊന്ന് വായിച്ച് നോക്കി പഠിച്ചിട്ട് പറയാം. സോ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ്. എനിക്കറിയാവുന്ന രീതിയിൽ ഇതിനെപ്പറ്റി വായിച്ച് പഠിക്കാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ ഐ ഹാവ് ഹേർഡ് അബൌട്ട് ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ. പക്ഷേ ഹൈഡ്രജൻ ഫോർ മെഡിക്കൽ യൂസ് ആദ്യമായിട്ടാണ്. പക്ഷേ ഇൻ്റർനെറ്റിലൊക്കെ തട്ടിയാൽ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നോക്കിയപ്പം അങ്ങനെ ഒരു സാധനമുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ അഡ്ജുവൻറ്റ് ടു വെൽനസ്. അപ്പോൾ എന്താണെങ്കിലും പിന്നെ ഇവർ ഒരു സംരംഭകരാണ്, 3 പേരും യങ്ങർ ഏജാണ്, എൻ്റെ മക്കളുടെ പ്രായമേ ഉള്ളൂ. സോ ഐ തോട്ട് വൈ ഡോണ്ട് വി ഗീവ് ദം എ ചാൻസ്. അങ്ങനെയാണ് നമ്മുടെ 2nd ഫ്ലോറിൽ റാഫ തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് അവിടെ പോയിട്ട് ഈ ഹൈഡ്രജൻ ഇൻഹലേഷൻ എടുക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യൻറ്റ്, അയാൾ നൈജീരിയയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അയാൾക്കിടെ പല്ലിനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. അതൊക്കെ ഞാൻ റെസ്റ്റോർ ചെയ്തിട്ട് ഞാൻ എല്ലാവരോടും പറയുന്നതൊക്കെ ഞാൻ ഇയാളോടും പറഞ്ഞു, പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു സ്ട്രെസ്സൊക്കെ ഉണ്ട്. അപ്പോൾ വൈഫ് പറഞ്ഞു, ഈ മനുഷ്യന് ഉറക്കമെന്നൊന്നും സാധനം ഇല്ല. അപ്പോഴാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞത്, വൈ ഡോണ്ട് യു ട്രൈ ഹൈഡ്രജൻ. അത് അങ്ങനെ ആദ്യമായിട്ട് പുള്ളി പറഞ്ഞു, അങ്ങനെ വല്ലതും നോക്കാം എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ ഹൈഡ്രജൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓരോ ദിവസം പുള്ളി വരുമ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും. 4ാം ദിവസം പുള്ളിക്കാരൻ വന്നപ്പോൾ പുള്ളിയുടെ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ലതായിട്ട് ഈ മനുഷ്യനിപ്പം ഉറക്കമാണ്. അപ്പോൾ എനിക്കും ഒരു സന്തോഷം തോന്നി. കാരണം പേഷ്യൻസ് പറയുമ്പോഴാണ് നമുക്കിതിൻ്റെ ഗുണഗണങ്ങളൊക്കെ അറിയാവുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടി. പിന്നെ വേറെ അടുത്ത സുഹൃത്തുക്കൾ, എല്ലാവരും ഒന്നും എല്ലാം പറയത്തില്ല. പക്ഷേ വേറൊരു അടുത്ത സുഹൃത്ത്, അവരൊരു ലേഡിയായിരുന്നു. അവർ ഓരോ തവണ കയറി വരുമ്പോഴും അവരുടെ മുഖത്ത് ഭയങ്കര കളർ കൂടി വരുന്നു. അപ്പം ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്താ മന്ത്രമാണ് ചെയ്യുന്നത്, നന്നായിട്ട് കളർ വയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, കളറ് മാത്രമല്ല ഡോക്ടറെ, എനിക്ക് ഈ പറഞ്ഞ കണക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു, ഇതെല്ലാം മാറി കിട്ടി. ഐ ആം കംപ്ലീറ്റ്ലി ഹാപ്പി എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ കുറേ എപ്പിസോഡ്സ് നമ്മുടെ അടുത്ത് വന്നപ്പോഴാണ് ശരി, ദിസ് ഈസ് ഗുഡ് ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റാഫയെ നമ്മുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് മാറ്റിയത്.
ഡോക്ടർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ ബേർഡൻ ഉള്ളത് കേരളത്തിലാണല്ലോ. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ മാനേജ് ചെയ്യുന്നതിൽ ഹൈഡ്രജൻ തെറാപ്പിയുടെ റോൾ എന്താണ്? കേരളത്തിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വളരെ കൂടുതലാണ്. എസ്പെഷ്യലി നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ഡയബറ്റീസും പ്രഷറും ഇല്ലാത്ത ആൾക്കാരില്ല. അപ്പോൾ ഹൈഡ്രജൻ തെറാപ്പി അതിനൊരു റീപ്ലേസ്മെൻ്റ് ഒന്നുമല്ല. ഹൈഡ്രജൻ തെറാപ്പി ഈസ് എൻ അഡ്ജുവൻറ്റ്. അതായത് ഇപ്പോൾ ഷുഗറുള്ള ഒരു പേഷ്യൻറ്റ് മെഡിക്കൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യേണ്ട മരുന്നുകളൊക്കെ കഴിക്കണം. പക്ഷേ ആ മരുന്നുകളോടൊപ്പം ഹൈഡ്രജൻ തെറാപ്പിയും കൂടി എടുക്കുകയാണെങ്കിൽ സ്റ്റഡീസൊക്കെ കാണിച്ചിരിക്കുന്നത് HbA1c അത് ഒരു 3 മാസം നമ്മൾ ഹൈഡ്രജൻ തെറാപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ 15% വരെ കുറയാം എന്നുള്ളതാണ്. പ്രഷറിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ. ബേസിക്കലി ഹൈഡ്രജൻ ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റ് ആയതുകൊണ്ട് and it is an antioxidant. It can flush out the negatively hydroxyl ions which are formed in the cellular level. അപ്പോൾ ഒരു സെല്ലിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മെറ്റബോളിസത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനെ ഹൈഡ്രജൻ ബീയിങ് പോസിറ്റീവ് ഇറ്റ് ക്യാൻ ബൈൻഡ് ടു ഇറ്റ് ആൻഡ് എലിമിനേറ്റ് ഇറ്റ്. അപ്പോൾ ഒരു സെല്ലുലാർ ലെവലിലുള്ള ഡീടോക്സിഫിക്കേഷൻ ഈസ് പോസിബിൾ വിത്ത് ഹൈഡ്രജൻ തെറാപ്പി. So it reduces the overall inflammation in your system. And ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കുന്നവർക്ക് our body and our system is being cleansed at a cellular level. അപ്പോൾ നമ്മുടെ പ്രായം അല്പം കുറഞ്ഞ് നമുക്ക് തോന്നും. അപ്പോൾ this has got all the goodness that everybody is looking for as we get older. നമുക്ക് പ്രായമായി പോകുമ്പോൾ ആകെയുള്ള പ്രശ്നം പ്രായമാകുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരുന്നു. ഇനി ഇത് കൂടാതെ കാലിന് വേദന, മുട്ടിന് വേദന, അവിടെ വേദന, ഇവിടെ വേദന, അങ്ങനെയുള്ള കുറേ വേദനകൾക്കും ഇത് വളരെ നല്ലതാണ്. സോ ഫോർ എനിബഡി probably I say who is above 40 having sessions of hydrogen therapy is very good to make sure that they stay in peak health. ഇതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഐ പ്രിസ്ക്രൈബ് ഹൈഡ്രജൻ തെറാപ്പി ഫോർ പീപ്പിൾ. ഇനി വരുന്നവർക്ക് മാത്രമല്ല, ഡയബറ്റീസ് ഉള്ളവർ മാത്രം വരണമെന്നല്ല പറയുന്നത്. എനിബഡി ഹൂ ഈസ് തിങ്കിങ് അബൌട്ട് എ പോസിറ്റീവ് ലൈഫ് സ്റ്റൈൽ യു ക്യാൻ ട്രൈ ഹൈഡ്രജൻ തെറാപ്പി. താങ്ക് യു സോ മച്ച് ഡോക്ടർ. സോ ഡോക്ടർ, ഇപ്പോൾ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഹൈഡ്രജൻ തെറാപ്പി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ മീ സ്ക്വയർ എവിടെയാണെന്ന് മനസ്സിലാക്കുക. മെട്രോപില്ലർ 332 ഓപ്പോസിറ്റ് ആണ്. ഒരു 100 meters ഫ്രം മെട്രോപില്ലർ 332 ഈസ് മീ സ്ക്വയർ. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ആർ ഓപ്പൺ ഫ്രം മോർണിംഗ് 7 o'clock ഓൺവേർഡ്സ്. പക്ഷേ നിങ്ങൾക്ക് നേരത്തെ പ്രിയർ അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ്, നിങ്ങൾ ചെയ്തിട്ടുള്ള റിസൾട്ട്സോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കം വിത്ത് യുവർ മെഡിക്കൽ റിപ്പോർട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മെഡിക്കൽ ടീമുണ്ട്, റാഫയുടെ ഒരു മെഡിക്കൽ ടീമുണ്ട്. അവരത് നോക്കും നിങ്ങളുടെ എങ്ങനെയാണ്. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ലെവലിലുള്ള ഹൈഡ്രജൻ ഇൻഹലേഷൻ തെറാപ്പിയാണ് അവരുടെ ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻസ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഷുഗറുള്ള ഒരാളാണ് നമ്മുടെ അടുത്ത് വരുന്നത്, HbA1c വെച്ചാണ് അവർ വരുന്നതെങ്കിൽ ഒരു 3 മാസം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അവർക്ക് കറക്റ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് കാണാൻ പറ്റത്തുള്ളൂ. സോ ദേ വിൽ സേ ടേക്ക് ഹൈഡ്രജൻ തെറാപ്പി ഫോർ 3 months. അപ്പോൾ അതിൻ്റെ ഷെഡ്യൂളുകൾ, അത് എത്ര നേരം വെച്ചെടുക്കണം, ഈ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് നോക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതാണ് ഈ ഷുഗർ പോലെയുള്ള. പിന്നെ ചില ആൾക്കാർ ഷോർട്ട് തെറാപ്പിക്ക് എടുക്കും. ഒരു 10 ദിവസത്തേക്കൊന്ന് വന്ന് ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ 1 മാസം, ഇല്ലെങ്കിൽ 15 ദിവസം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെപ്പോഴും പറയും, നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് നിങ്ങൾക്കാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യൻ്റ് ഓഫ് യുവർ ഏജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 4 ദിവസം കാണുന്ന മുഖത്തിൻ്റെ കളറൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നൊരു സീനാണ് കാണുന്നത്. ആൻഡ് യു വിൽ ഫീൽ ഈ ക്ഷീണമൊക്കെ മാറി കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് വരുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നെടുക്കാം. അതല്ല, നിങ്ങൾക്ക് മുട്ടിന് വേദന, കാലിന് വേദന അങ്ങനെയാണെങ്കിൽ അതും ചിലപ്പോൾ 10-15 ദിവസമൊക്കെ എടുക്കുമ്പോഴത്തേക്കും യു വിൽ സീ ദി ഡിഫറൻസ്. അപ്പോൾ ഐഡിയലി ഇവർക്കത് വീട്ടിൽ ഈ മെഷീൻ വാങ്ങിച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ. പക്ഷേ ഈ മെഷീൻസിൻ്റെ വിലയും അത് താങ്ങാനൊക്കെ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഏത് മെഷീനും വാങ്ങിക്കുന്നതിന് മുമ്പ് അവർക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയിട്ട് അവർക്കത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് റാഫയുടെ ഒരു എക്സ്പീരിയൻസ് സെൻ്ററാണ്. ഇവിടെ 3 കൗണ്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു കൗണ്ടറിൽ 2 പേർക്കും,
നടുക്കത്തെ കൗണ്ടറിൽ ഒരാൾക്കും ഒരേ സമയം 3 പേർക്ക് ഇൻഹലേഷൻ എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ 1 hour ആണ്. അപ്പോൾ വെയിറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുകയും അതനുസരിച്ച് അല്ലെങ്കിൽ ആദ്യം നമ്മളെ കാണാൻ വരുമ്പോൾ തന്നെ നമ്മൾ അതനുസരിച്ച് സ്ലോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ദേ ക്യാൻ കം ആൻഡ് എക്സ്പീരിയൻസ് ഹൈഡ്രജൻ തെറാപ്പി. So thank you, doctor, for your valuable time. Thank you. For more details, please reach out to Rafa Med System and Me Square.